ബാലുശ്ശേരിക്കോട്ട പരദേവത ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി കിട്ടിയ 20 പവനോളം സ്വർണ്ണ ഉരുപ്പടികൾ മോഷണം പോയെന്നാണ് ആരോപണം. ആരാണ് മോഷണത്തിന് പിന്നിൽ? വർഷങ്ങൾക്കിപ്പുറമാണ് ഇങ്ങനെയൊരു മോഷണം നടന്നുവെന്ന വിവരങ്ങളെല്ലാം പുറത്തുവരുന്നത്. മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിൽ 4 എക്സിക്യൂട്ടീവ് ഓഫീസർമാരാണ് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ മാറി മാറി വന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ടി വിനോദനാണ് ഇപ്പോൾ സംശയനീരിൽ നിൽക്കുന്നത്. വിനോദിന് ശേഷം സജീവൻ എന്നയാൾ എക്സിക്യൂട്ടീവ് ഓഫീസറായി അധികാരമേറ്റു. സ്വർണ്ണ ഉരുപ്പടികളുടെ കസ്റ്റോഡിയൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെ കണക്കെടുപ്പിൽ 20 പവൻ സ്വർണം കാണാനില്ലെന്ന് കണ്ടെത്തി. ഇതേ തുടർന്ന് സജീവൻ വിനോദിന് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ വിനോദിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടി ലഭിച്ചില്ല. സജീവന് ശേഷം എത്തിയ ഹരിദാസനും ദിനേശനും സ്വർണം കാണാനില്ലെന്ന് കണ്ടെത്തുകയും നോട്ടീസ് അയക്കുകയും ചെയ്തു. വർഷങ്ങളായി കാണാനില്ലാത്ത സ്വർണത്തിന്റെ കാര്യം ഇപ്പോൾ വിവാദമായതോടെ ഈ മാസം 8-ന് തിരിച്ചേൽപ്പിക്കാമെന്ന് വിനോദൻ ക്ഷേത്രഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ട്. പലതവണ നോട്ടീസ് നൽകിയിട്ടും ഈ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വന്നിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ട് അധികൃതരാരും തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയില്ലെന്ന ചോദ്യവും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്.